നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 27 ആണേ. അപ്പൊ ഇന്നത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു കാണുമല്ലോ. എക്സാം എഴുതി നോക്കാം. ഓരോ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യണം. അന്നത്തെ പോർഷൻസ് പഠിച്ചിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മാർക്ക് കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. 15 ചോദ്യങ്ങളാ, 13 മാർക്കാണ് ഇന്നത്തെ കട്ട് ഓഫ്. അപ്പൊ എന്തായാലും ടെസ്റ്റിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 27 എക്സാം. ആദ്യത്തെ ചോദ്യം, കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി, ഭൂകമ്പം. 2. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രധാന സ്ഥലങ്ങളും വർഷങ്ങളും എന്നിവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. വെണ്ണിയാനി 2001, പുല്ലൂരാമ്പാറ 2010, അമ്പൂരി 2001, പെട്ടിമുടി 2020. 3. മോൺട്രിയൽ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 നടന്ന ഉച്ചകോടിയുടെ ഭാഗമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി. രണ്ടാമത്തെ പ്രസ്താവന, മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005. മൂന്നാമത്തെ പ്രസ്താവന, ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഇതിൽ ശരിയായവയാണ് കണ്ടെത്താനുള്ള. 4. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 16, ഒക്ടോബർ 16, സെപ്റ്റംബർ 16, ഡിസംബർ 16. 5. താഴെ പറയുന്ന സൂചനകൾ പരിശോധിച്ച് അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് കണ്ടെത്തുക. 2 സൂചന തന്നിട്ടുണ്ടേ. ആദ്യത്തേത്, മേഘരൂപീകരണം, മഴ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. രണ്ടാമത്തേത്, ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഏതാണ് അന്തരീക്ഷ മണ്ഡലം? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. 6. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് ചുവടെ പറയുന്നതിൽ ഏത് അന്തരീക്ഷ മണ്ഡലമാണ്? മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. 7. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വ ബലമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തേത്, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ ഘനീകരണ മർമ്മം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത്, ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ. മൂന്നാമത്തേത്, ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉയരം വരെയാണ്. നാലാമത്തേത്, ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത്. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. അടുത്ത ചോദ്യം 8. ഭൂമിയുടെ ഉൽപ്പത്തി, ഘടന, ഭൂമി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ശാസ്ത്രീയ പഠനശാഖ ഏത്? ഭൂവിജ്ഞാനീയം, ജ്യോതിശാസ്ത്രം, അന്തരീക്ഷ ശാസ്ത്രം, വാനശാസ്ത്രം. 9. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയായ ഭൂവൽക്കത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തേത്, ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ട് സിമ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത്, ലിത്തോസ്ഫിയറിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. മൂന്നാമത്തേത്, സിയാൽ, സിലിക്കൺ, അലൂമിനിയം എന്നിവ കൊണ്ട് നിർമ്മിതമാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്താനാണേ. 10. മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? മൊഹോറോവിസിക് വിച്ഛിന്നത, ഗുട്ടൻബർഗ് വിച്ഛിന്നത. രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്. 11. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. കാമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഘന ലോഹങ്ങളാണ് ഇരുമ്പും നിക്കലും. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും കാണപ്പെടുന്ന ഭൂമിയുടെ ഏറ്റവും ഉപരിഭാഗമാണ് ശിലാമണ്ഡലം. അനുയോജ്യമായ ഓപ്ഷൻ എടുത്തിട്ട് എഴുതുക.
12. ചുവടെ തന്നിരിക്കുന്നതിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? 12. ചുവടെ തന്നിരിക്കുന്നതിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് കണ്ടെത്തുക. അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ. 13. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഹരിപ്രിയ, വൃന്ദ, നിശാമണി, വൈഷ്ണവി. 14. ചുവടെ തന്നിരിക്കുന്നതിൽ അമൃതം എന്നർത്ഥം വരുന്ന പദം ഏത്? കീലാലം, രസാളം, സുകുമാരകം, ഇക്ഷു. 15. പനസം എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. മാവ്, കരിമ്പ്, പ്ലാവ്, തെങ്ങ്. അപ്പൊ ഇത്രയാണ് 15 ചോദ്യം. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഉരുൾപൊട്ടൽ. ബി. 2. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രധാന സ്ഥലങ്ങളും വർഷങ്ങളും എന്നിവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായത് ബി ആണ്. പുല്ലൂരാമ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് 2012. 3. മോൺട്രിയൽ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് ശരി, അതായത് 1 മാത്രം, ബി. ഈ 2ഉം 3ഉം ഇല്ലേ, ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ടതാ. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്, ജപ്പാനിൽ വെച്ച് നടന്നത്. 4. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന? സി. സെപ്റ്റംബർ 16. 5. താഴെ പറയുന്ന സൂചനകൾ പരിശോധിച്ച അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് കണ്ടെത്തുക. അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. മേഘരൂപീകരണം, മഴ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? ട്രോപ്പോസ്ഫിയർ. കൂടാതെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. 6. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് ചുവടെ പറയുന്നതിൽ ഏത് അന്തരീക്ഷ മണ്ഡലമാണ്? സി ആണ്, അയണോസ്ഫിയർ. 7. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വ ബലമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് സി ആണ്. ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. 10 അവിടെ തന്നേക്കുന്നത്, 29 കറക്റ്റ്. അപ്പൊ അതാണ് ഇവിടെ തെറ്റ്. 9. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയായ ഭൂവൽക്കത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായത് 1 1 മാത്രം, എ. ഇവിടെ എന്തുവാ? ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നത്? സിയാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമുദ്രഭാഗമാണ് സിമ. 10. മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്, ബി. 11. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ഇവിടെ 2 പ്രസ്താവനയും ശരിയാണ്, ബി ആണ് ഉത്തരം. കാമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഘനലോഹങ്ങൾ നിഫെ എന്ന അറിയപ്പെടുന്നത്, അതായത് നിക്കലും അയണും. പിന്നെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും കാണപ്പെടുന്ന ഭൂമിയുടെ ഏറ്റവും ഉപരിഭാഗമാണ് ശിലാമണ്ഡലം. 2 ശരിയാണ്. 12. ചുവടെ തന്നിരിക്കുന്നതിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് കണ്ടെത്തുക. സി ആണ്, ട്രോപ്പോസ്ഫിയർ. 13. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ നിശാമണിയാണ്. നിശാമണി എന്നാൽ മിന്നാമിനുങ്ങ്. ഹരിപ്രിയ, വൃന്ദ, വൈഷ്ണവി തുളസിയുടെ പര്യായ പദങ്ങളാ, തുളസി. 14. ചുവടെ തന്നിരിക്കുന്നതിൽ അമൃതം എന്നർത്ഥം വരുന്ന പദം ഏത്? അമൃതം കീലാലമാണ്, കീലാലം. രസാളം എന്ന് വെച്ചാൽ കരിമ്പ്. സുകുമാരകം എന്ന് വെച്ചാൽ കരിമ്പ്. ഇക്ഷു എന്ന് വെച്ചാലും കരിമ്പ്. ഈ 3 കരിമ്പിന്റെ പര്യായ പദങ്ങളാ. കീലാലം എന്ന് വെച്ചാൽ അമൃതം. 15. പനസം എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. പനസം പ്ലാവാണ്, പ്ലാവ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യം. എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക്? ഏതെങ്കിലും പോർഷൻ ടഫായിട്ട് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ ഒന്നെടുത്ത് റിവൈസ് ചെയ്തോളാം. പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം ഒക്കെ നന്നായിട്ടൊന്ന് പഠിച്ചാലേ തലയിൽ ഇരിക്കത്തുള്ളൂ. കുറച്ച് ടഫാണ്, പൊതുവെ ടഫാണ്, കുറച്ച് നന്നായിട്ട് പഠിക്കാനും ഉണ്ട്.
അപ്പോൾ നാളത്തെ പോർഷൻസ് എന്തായാലും ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണേ. അതിനകത്താണ് നമ്മൾ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. എല്ലാം ഫ്രീയാ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.